എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ്. ഈ ഒരു ബീട്രൂട്ട് പച്ചടി നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാം. നല്ല രുചിയുള്ള ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. പച്ചടി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബീട്രൂട്ട് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 3-4 വിസിലിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തും 1 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. തേങ്ങ ഇപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചടിയിലേക്ക് കടുക് ചേർത്ത് അരച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ അരഞ്ഞു പോകാൻ പാടില്ല. കടുക് ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാൽ മാത്രം മതി. കടുക് ചേർത്തതിന് ശേഷം 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ബീട്രൂട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരിയായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പം ചെറിയ തരിയോടുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നതിന് പകരം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് പച്ചടി തയ്യാറാക്കാവുന്നതാണ്. അതിനുശേഷം അരച്ചെടുത്ത ബീട്രൂട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി ആ തേങ്ങയുടെ അരപ്പ് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ 2 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പളവിൽ കട്ടത്തൈരാണ്. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ചൂടാക്കാൻ പാടില്ല. ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും 3 വറ്റൽമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി താളിച്ചതിൻ്റെ ഫ്ലേവറെല്ലാം പച്ചടിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുള്ള വളരെ രുചികരമായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പച്ചടിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.